വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ ഒരു യുവാവ് തന്റെ ഭാര്യയുടെ വീടിന് മുൻപിൽ വെച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നിർണായകമായിരിക്കുന്നത് യുവാവ് അവസാനമായി നൽകിയ മൊഴിയാണ്. ഇതൊരു കൊലപാതകമാണെന്ന സൂചനകൾ ലഭിക്കുമ്പോഴും ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. ദിബാൻഷ് ചൌധരി എന്ന യുവാവാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെയാണ് ജഹാംഗീർപുരിയിലെ ഒരു വീട്ടിൽ നിന്നും മഹേന്ദ്ര പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ ലഭിക്കുന്നത്. ഒരു യുവാവ് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നായിരുന്നു പോലീസിന് ലഭിച്ച സന്ദേശം. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കണ്ടതാകട്ടെ പൊള്ളലേറ്റ നിലയിൽ മരണത്തോട് മല്ലടിക്കുന്ന ദിബാൻഷ് ചൌധരിയാണ്. പോലീസ് ഇയാളെ പിന്നീട് ബാബു ജഗ്ജീവൻ റാം മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയ്ക്കിടെ ദിബാൻഷ് മരിക്കുകയായിരുന്നു. മരിച്ചയാളും ഭാര്യയും തമ്മിൽ എന്തൊക്കെയോ തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതേസമയം ദിബാൻഷിന്റെ ഭാര്യ താമസിച്ചിരുന്ന വീടിന്റെ ഉടമയും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. തീ പടരുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വീട്ടുടമയായ പരംജീത് കണ്ടത് ശരീരം മുഴുവൻ ഗുരുതരമായി പൊള്ളലേറ്റ് കിടക്കുന്ന ദിബാൻഷിനെയാണ്. ഏകദേശം 10 മിനിറ്റോളം അവിടെ കിടന്നതിന് ശേഷം ദിബാൻഷ് അവരോട് സംസാരിച്ചിരുന്നുവെന്നാണ് വീട്ടുടമ നൽകുന്ന വിശദീകരണം. തന്നെ തന്റെ ഭാര്യയും അമ്മായിയമ്മയും ചേർന്നാണ് തീ കൊളുത്തിയതെന്നും അവർക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് ദിബാൻഷ് വീട്ടുടമയോട് പറഞ്ഞിരുന്നത്. കൂടാതെ തന്റെ ഭാര്യയ്ക്ക് 2-3 പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്നും ദിബാൻഷ് വീട്ടുടമയോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സംഭവത്തെപ്പറ്റി ദിബാൻഷിന്റെ ഭാര്യയെ അറിയിച്ചപ്പോൾ അവർ താഴേക്ക് വരാൻ വിസമ്മതിക്കുകയും അയാളെ മരിക്കാൻ വിടണമെന്നുമായിരുന്നു അവരുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൂടാതെ വിവരമറിഞ്ഞ ബന്ധുക്കൾ ആരും ദിബാൻഷിനെ രക്ഷിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ മുന്നോട്ട് വന്നതുമില്ല. सोचा कि ऊपर से वो आदमी जलते हुए नीचे आया. जब हमने देखा वो यहाँ से गिर गया नीचे, तो मुझे लगा कि किसी मीटर का शॉर्ट सर्किट हुआ होगा, उससे लग गई होगी. तो हमने उस पर पानी वाली नहीं डाला. हमने जो ऊपर आग लगी थी ना, उसको कपड़ों वपड़ों की उसको बुझाया. फिर वो नीचे आके वो लड़का खुद बोला कि मुझे किसी ने आग लगाई है, मेरे मतलब जो रिलेटिव है उन्होंने लगाई है. फिर उसके बाद हमने एम्बुलेंस को फ़ोन करा और पुलिस को फ़ोन करा. ഇന്നലെ രാത്രി 8:30 സംഭവം നടക്കുന്നത്. തുടക്കത്തിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റെന്തെങ്കിലും തീപിടുത്തമോ ആണെന്നായിരുന്നു സമീപവാസികൾ അടക്കം കരുതിയിരുന്നത്. എന്നാൽ പിന്നീടാണ് ഒരു മനുഷ്യനാണ് ജീവന് വേണ്ടി പിടയുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നത്. മരണത്തോട് മല്ലടിക്കുന്ന ദിബാൻഷിനെ പിന്നീട് പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അന്വേഷണത്തിൽ ദിബാൻഷും ഭാര്യയും തമ്മിൽ കുറച്ചു കാലമായി ദാമ്പത്യ തർക്കങ്ങളുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം ദമ്പതികൾക്കിടയിൽ വീണ്ടും വഴക്കുണ്ടായതായും തുടർന്ന് ദിബാൻഷ് ജീവനൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് വ്യക്തമാക്കി. പിന്നീട് ഭാര്യയുടെ വീടിന് പുറത്ത് അയാൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. സംഭവത്തിൽ ദിബാൻഷിന്റെ ഭാര്യ നൽകിയ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ मुझे रॉ एजेंट बताते थे, इनके पास मेरे शादी से पहले के कुछ फोटोज और वीडियोस थे. इन्होंने मुझे कहा था अगर मैं शादी नहीं करूंगी तो मेरे पापा और भाई को मरवा देंगे और जो मेरे वीडियोस और फोटोज हैं वो सब मेरे रिश्तेदारों को भेजेंगे और मेरे घर के नीचे आकर ही अपनी जान देंगे. ये कुछ भी नहीं करते थे. जब भी मैंने काम पे जाने के लिए बोलती थी तो ये मेरे साथ झगड़ा करते थे, मारपीट करते थे और कभी कभार महीने में 1 या 2 दिन ऊबर में 2 घंटे के लिए बाइक चलाने जाते थे. ഇതുവരെ ദിബാൻഷ് പറഞ്ഞതുപോലെ ഒരു കുറ്റകൃത്യം നടന്നതായി അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇനിയിപ്പോൾ ദിബാൻഷ് പറഞ്ഞതാണെന്ന തരത്തിൽ വീട്ടുടമ നൽകിയ മൊഴി സത്യമാണെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടെത്താൻ സാധിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.